നിങ്ങളൊരു 35നും 54നും ഇടയ്ക്ക് പ്രായമുള്ള വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നഴ്സുമാർ പ്രത്യേകിച്ച് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും കാണണം കേട്ടോ. കാരണം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. കാനഡയിൽ ഇമിഗ്രന്റ് പേരൻസ് ആയി ഞാനും ഹസ്ബൻഡും ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2010 സ്റ്റുഡന്റ് വിസയിൽ വന്നതിന്റെ വലിയൊരു കടം കൊണ്ടാണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി കിട്ടിയപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ കടങ്ങളൊക്കെ ശരിക്കും പണ്ടേ തീർക്കാമായിരുന്നു. പക്ഷെ ഫാമിലി കമ്മിറ്റ്മെന്റ്സും സപ്പോർട്ടിനും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് കൂടുതലും ലോണിന്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് കുറേ വർഷങ്ങളോളം അടയ്ക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതിനൊരു കംപ്ലീറ്റ് മാറ്റം വന്നതും മുഴുവൻ കടം തീർക്കാൻ പറ്റിയതും ഈ പറയുന്ന ഓവർ ടൈം മൾട്ടിപ്പിൾ ജോലി അല്ലെങ്കിൽ ഡബിൾ ഷിഫ്റ്റ്സ് കൊണ്ടല്ല, ഒരു റിയൽ ബിസിനസ് മൂലമാണ്. ഒരുപാട് കാര്യങ്ങൾ സ്ട്രെസ് ഇല്ലാതെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതും 3 കുട്ടികളെയും പ്രൈവറ്റ് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതും ഞങ്ങൾ സ്വന്തമായി അന്ന് സ്റ്റാർട്ട് ചെയ്ത സൈഡ് ഹസിൽ എന്നോണം സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ബിസിനസിന്റെ വരുമാനം കൊണ്ടാണ്. എൻ്റെ പേര് വിനീത. ഞാനൊരു ടീനേജർ അടക്കം 3 കുട്ടികളുടെ അമ്മയാണ്. രജിസ്റ്റേർഡ് നഴ്സാണ് പ്രൊഫഷൻ ആൻഡ് സർട്ടിഫൈഡ് ഡിജിറ്റൽ ബിസിനസ് കോച്ച് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഒത്തിരി പേർക്ക് അനുഭവം ഉള്ളതുപോലെ തന്നെ കാനഡയിൽ സ്റ്റുഡന്റ് ലൈഫ് ഒട്ടും ഈസി ആയിരുന്നില്ല. ഒന്നാമത് നല്ല തണുപ്പ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിറ്റുവേഷൻ, മുട്ടപ്പം മഞ്ഞിലൂടെ നടത്തം, ഉച്ചവരെ കോളേജ്, പിന്നെ അത് കഴിഞ്ഞ് രാത്രി 11 മണി വരെ റെസ്റ്റോറൻറ്റിൽ ഡിഷ് വാഷിങ്ങും ക്ലീനിങ് ജോലിയും. ചെറിയ ഏർണിങ്സ് ആണ് അന്നുണ്ടായിരുന്നതെങ്കിലും അത് ശരിക്കും വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം എല്ലാം ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നഴ്സായി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് ആകും, കടങ്ങളെല്ലാം തീർക്കാം, മറ്റുള്ളവരെ സ്ട്രഗിൾ ഇല്ലാതെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ. പക്ഷെ റിയാലിറ്റി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. പിന്നീട് മെറ്റേണിറ്റി ലീവ്സ്, കൂടുതൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, അതിന്റെ കൂടെ ഒരു വീടും വാങ്ങിച്ച് മോർഗേജും കൂടി ആയപ്പോൾ ഫൈനാൻഷ്യലി നല്ല ടൈറ്റായി. പേ ചെക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് പോലും മനസ്സിലാകാത്ത ഒരു അവസ്ഥ. ആ സമയത്താണ് ഫാദറിന് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയപ്പോൾ ശരിക്കും അക്കൗണ്ട് ബാലൻസ് മൈനസ് ആയിരുന്നു. കടം വാങ്ങിയാണ് നാട്ടിലേക്ക് പൈസ അയച്ചത്. അങ്ങനെ ഒരുപാട് തവണ അക്കൗണ്ട് ഒരു മൈനസ് സ്റ്റാറ്റസിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കൂടുതൽ ഹാർഡ് വർക്കായി. ഒരാൾ വരുന്ന പാടെ അടുത്ത ആൾ ജോലിക്ക് പോകുന്നു. 12 മണിക്കൂർ ഷിഫ്റ്റ് എന്നുള്ളത് 16 മണിക്കൂറായി. ഓഫ് ഡേയ്സിൽ എക്സ്ട്രാ ഷിഫ്റ്റ്സ് ആയി. അതുപോലെ ഒന്നിലധികം ജോലിയും. സിറ്റുവേഷൻസ് മാറുമെന്ന് വിചാരിച്ചാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ഇമിഗ്രന്റ് പേരൻസും ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 38 ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല എങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും, ഇതിങ്ങനെ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എന്തായാലും ജോലിയുടെ കൂടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു $100-200 അത്രയും അത്യാവശ്യം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഒരു ബില്ലെങ്കിലും അടഞ്ഞു പോകുമല്ലോ എന്ന പ്രതീക്ഷയിൽ കുറെ കാര്യങ്ങൾ നോക്കി. പക്ഷെ അതൊക്കെ ഒരുപാട് ടൈം വേസ്റ്റ് ആയി എന്നല്ലാതെ ഒരു സോളിഡ് ഇൻകം ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസിന്റെ പോസിബിലിറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ. ഇൻട്രോവേർട്ട് ആയ, സോഷ്യൽ മീഡിയ ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത എനിക്കും ഇങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി. പിന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്നെ പോലെ തന്നെയുള്ള ഒരുപാട് ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ ഇതിലൂടെ ലൈഫ് തന്നെ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അത് ശരിക്കും ഞങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഒപ്പം തന്നെ കുറെ നെഗറ്റീവ് റിവ്യൂസും കണ്ടിരുന്നു. അതിൽ കൂടുതലും ഇതിനെക്കുറിച്ച് ഒന്നെങ്കിൽ ഒരു ധാരണയും ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അവിടുന്നും ഇവിടുന്നും കേട്ടതൊക്കെ വെച്ച് ഊഹിച്ച് പറയുന്നതും ഒക്കെ, അല്ലെങ്കിൽ ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമായിട്ട് ഒരു എഫേർട്ടും ഇടാതെ റിസൾട്ട് കിട്ടിയില്ല, ഇത് വർക്ക് ആവില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരാണെന്നും പെട്ടെന്ന് തന്നെ മനസ്സിലായി. പിന്നെ നമ്പേഴ്സ് സ്പീക്ക് വോളിയം എന്നാണല്ലോ. ഒരു 10 പേർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരാളാകാൻ എനിക്കും പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കമ്പനീസ്, ഇതിന്റെ പ്രോഡക്ട്സ്, കോമ്പൻസേഷൻ പ്ലാൻ എല്ലാം പഠിക്കാൻ ശ്രമിച്ചു. നല്ലോണം എക്സൈറ്റഡ് ആയി തന്നെ അത്രയും കടത്തിന്റെ നടുവിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം ഫൈനാൻസിങ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. മറ്റ് കടം അപ്പോഴും ബാക്കിയാണ്. അതൊന്നും ഫിനിഷ് ചെയ്യാതെ ജസ്റ്റ് നേഴ്സായി ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നൊരു നെഗറ്റിവിറ്റിയും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതുമൂലം. പിന്നീട് ഞാനൊരു വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. എല്ലാ കാര്യങ്ങളും ശരിയായി, കടമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് ഈ ബിസിനസ്സിൽ ഇനി ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്ന് പോസ് ചെയ്യാൻ തീരുമാനിച്ചു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ തന്നെ. അത് ഒരു 2 വർഷത്തോളം നീണ്ടുപോയി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയൊരു പാഠമുണ്ട്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി നമുക്ക് ഒരു കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ 40 ആയപ്പോഴത്തേക്കും വലിയൊരു റിയലൈസേഷൻ വന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടൊന്നും നമുക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല.
ഫുൾ ടൈം ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ കിട്ടുന്ന പോക്കറ്റ്സ് ഓഫ് ടൈമിൽ ബിസിനസ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. സ്റ്റേഡ് അപ്പ് ലേറ്റ്, വോക്കപ്പ് ഏർലി, കട്ട് ഡൗൺ സ്ക്രീൻ ടൈം. സ്ലോലി ലൈഫ് സ്റ്റാർട്ടഡ് ചേഞ്ചിങ്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു മോശപ്പെട്ട സിറ്റുവേഷനിൽ കൂടെ പോയപ്പോൾ ഈ ബിസിനസ്സും കമ്മ്യൂണിറ്റിയും ഞങ്ങളെ പലതവണ സേവ് ചെയ്തിട്ടുണ്ട്, പ്രതീക്ഷിക്കാത്തത്ര രീതിയിൽ, പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ ഏജ് കാറ്റഗറിയിൽ പെട്ടവരാണ് പ്രത്യേകിച്ചെങ്കിൽ ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കാവുന്നതാണ്. ഒട്ടും സമയം ഇനി കളയാതെ അവനവന് വേണ്ടി കൂടി എന്തെങ്കിലും തുടങ്ങിയാൽ മാത്രം പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യണം. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ സംരംഭമാണ്. കാരണം ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ് ഫ്ലെക്സിബിൾ ആണ്, പോർട്ടബിൾ ആണ്, കൂടാതെ ഒരു സോളിഡ് റിട്ടയർമെന്റ് പ്ലാനും ഇതിലുണ്ട്. മാത്രമല്ല, നമ്മൾ ഏത് ലെവലിലാണോ ബിസിനസ്സിലുള്ളത് അതേപോലെ തന്നെ മക്കളിലേക്ക് കൈമാറാവുന്ന ഒരു ട്രൂ അസറ്റ് കൂടിയാണിത്. അതുകൊണ്ട് നിങ്ങൾക്കും ഞങ്ങളെ പോലെ ലൈഫിൽ ഒരു ചേഞ്ച് വേണം എന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഓൾഡ് വേർഷനെ പോലെ ഒരുപാട് ഫിയറും ക്വസ്റ്റ്യൻസും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഹാവ് എ ക്ലിയർ കോൺവെർസേഷൻ. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രീ ഇൻഫോ സെഷൻ കണ്ട് ബിസിനസിനെ കുറിച്ച് ഒരു ഓവറോൾ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. Message me your email address and I can give you the access to watch the session first. Thank you. See you inside.